ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. കുറച്ച് ലേറ്റ് ആണ് എന്നാലും പറയാം. ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ 2 അതിഥികൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ സീസൺ തുടങ്ങിയപ്പോൾ മുതൽ അതിഥികളാണ്. അത് കൂടുതൽ സിനിമാ പ്രവർത്തകരും അങ്ങനെയൊക്കെയാണ്. സന്തോഷമുള്ളൂ കാണാനായിട്ടും. രണ്ടുപേരും അതിഥികളായിട്ട് മത്സരാർത്ഥികളോട് ആദ്യം ഇന്ററാക്ട് ചെയ്തൊന്നുമല്ല, പിന്നീടാണ് ഇന്ററാക്ട് ചെയ്തത്. കാരണം ഒരു ഓഡീഷൻ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ടുപേരും വന്നത്. ജിത്തു ജോസഫ് ആൻഡ് ആന്റണി പെരുമ്പാവൂർ, ഇവരാണ് അതിഥികള്. നമ്മുടെ ജിൻഡോയും ജാസ്മിനും ഈ ഒരു ടാസ്ക് നല്ല വെടിപ്പായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ രണ്ടുപേരും ഇങ്ങനെ വണ്ടറടിച്ചിരിക്കുന്ന കാഴ്ചയായിരുന്നു കേട്ടോ. നമ്മുടെ ജിത്തു ചേട്ടനാണെങ്കിലും ആന്റണി ചേട്ടനാണെങ്കിലും രണ്ടുപേരും ഇങ്ങനെ വണ്ടറടിച്ചിരിക്കുകയായിരുന്നു. നന്നായി ചെയ്തു എന്ന് നമ്മുടെ ആന്റണി ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു. ഇവർ ആക്ട് കണ്ടു കഴിഞ്ഞിട്ട് ജിൻഡോയും ജാസ്മിനും അവരെ ഞെട്ടിച്ചത് വളരെ സിമ്പിൾ ആയിട്ടാണ്. ഒരു സിമ്പിൾ ആക്ട് ആയിരുന്നു, പക്ഷെ ഒത്തിരി ഇമോഷണൽ ഡെപ്ത് ഉള്ള ഒരു ആക്ടാണ്. ജിൻഡോ ജാസ്മിന്റെ അച്ഛന്റെ റോളിലായിരുന്നു. ജാസ്മിൻ തന്നിഷ്ടക്കാരിയായിട്ടുള്ള ഒരു മകളും. ജിൻഡോയുടെ അച്ഛൻ കഥാപാത്രത്തിന് ജാസ്മിൻ പ്രാക്ടീസ് ചെയ്യണം, ഒരു ഡോക്ടറാണ്. അപ്പോൾ ജാസ്മിൻ പറയുന്നു, 4 വർഷം അബ്ബ പറഞ്ഞ പോലെ ഞാൻ പഠിച്ചില്ല, എനിക്ക് ഇനിയെങ്കിലും എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണമെന്ന്. ആ സമയത്തൊക്കെ ജിൻഡോയുടെ ഒരു പെർഫോമൻസ് ഉണ്ട്, അതൊക്കെ കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. ജിൻഡോ വളരെ കൺട്രോൾഡ് ആയിട്ട് ആ ഒരു ക്യാരക്ടർ പിടിച്ച് ഉള്ളിൽ തൊട്ടൊരു ക്യാരക്ടറാണെന്ന് തന്നെ പറയാം. അവർ കണ്ണാടിയൊക്കെ വെച്ച് തനി അച്ഛനെ പോലെ തന്നെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഏതൊരാൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ജിൻഡോ മാത്രമല്ല, ജാസ്മിന്റെയും ക്യാരക്ടർ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ജാസ്മിൻ ആ ഒരു കഥാപാത്രമായിട്ട് ജീവിച്ചു എന്ന് തന്നെ പറയാം. എല്ലാവരും അതെ കേട്ടോ. അർജുൻ, ശ്രീതു, പിന്നെ സിജോ, നോറ, അഭിഷേക്, ഋഷി എല്ലാവരും തകർത്ത് വാരി. കിട്ടിയ അവസരം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു. പിന്നെ ഇപ്പൊ ലൈവിനകത്ത് ജിത്തു ജോസഫും ആന്റണി പെരുമ്പാവൂരും എല്ലാവരോടും ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് രണ്ടുപേരുടെ ഒരു ഇടപെടലൊക്കെ കേട്ടോ. പിന്നെ എന്താണ് ബറോസ്, എംപുരാൻ, പിന്നെ ജിത്തു ജോസഫ് ചെയ്യുന്ന സിനിമകൾ, റാം, അങ്ങനെയുള്ള ലാലേട്ടന്റെ സിനിമകളും അതിനെക്കുറിച്ചൊക്കെയുള്ള വിശേഷങ്ങളും ഒക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടന്റെ സ്വന്തം ആളുകളായതുകൊണ്ട് തന്നെ ലാലേട്ടനാണ് അവിടുത്തെ ഒരു മെയിൻ ചർച്ച. ഇപ്പൊ 6 കൊല്ലമായിട്ട് ലാലേട്ടൻ എല്ലാ ആഴ്ചയും വരുന്ന ഒരു സ്ഥലമാണ് ഇത് എന്നൊക്കെ ആന്റണി ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു. വളരെ രസകരമായ രീതിയിൽ. വളരെ നല്ല കാര്യമാണ് കേട്ടോ. ഈ ഷോ കാരണം അവിടെയുള്ള ആർക്കെങ്കിലും ഒരു മൂവി ഓഫർ വരുവാണെങ്കിൽ അതൊരു ലൈഫ് ചേഞ്ചിങ് സിറ്റുവേഷൻ തന്നെയാണ്. അപ്പം നമുക്കും ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ അത് കാണുമ്പോൾ സന്തോഷമേ ഉള്ളൂ. അപ്പൊ അർജുനൊക്കെ നല്ല കഴിവുള്ള ഒരു ആക്ടർ ആവുമെന്ന് പുള്ളി ഇന്നലെയും പിന്നെ പലപ്പോഴായിട്ട് അവിടെ തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ കഴിവുള്ള ഒരുപാട് പേര് അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഒന്ന് ഫിൽട്ടർ ചെയ്ത് എടുക്കേണ്ട ഒരു അവസരം അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതായിട്ടേ ഉള്ളൂ. എന്തായാലും ഇതൊക്കെയായിരുന്നു ലൈവിനകത്ത്. പിന്നെ ടുവേർഡ്സ് ദി എൻഡ് ജിത്തു ജോസഫിന്റെ ഒരു സിനിമയുടെ അനൗൺസ്മെന്റ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് കേട്ടു. മിക്കവാറും ഗ്രാൻഡ് ഫിനാലയുടെ സമയത്തായിരിക്കും നമ്മളത് കാണാനായിട്ട് പോകുന്നത്. ഏതായാലും ഇത്രയൊക്കെ ആയിരുന്നു ഇന്ന് ലൈവിനകത്ത്. പ്രത്യേകിച്ച് വേറൊന്നുമില്ല, ഒരു ഫൺ ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവര് വന്നു. ഡ്രൈ ഡേ തന്നെയാണ് ലൈവിനകത്ത് ഇന്നും. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.